നമ്മളിനി കുറച്ചു നേരം തിരുക്കുടുംബത്തിൻ്റെ നാഥനായ അല്ലെങ്കിൽ തിരുക്കുടുംബത്തിൻ്റെ പിതൃത്വം ഉള്ളതായ ഔസേപ്പിതാവിനെ കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, നമുക്കൊക്കെ മാതൃകയായി തന്നിട്ടുള്ളത്, ക്രിസ്ത്യാനികൾക്ക് മാതൃകയായി തന്നിട്ടുള്ള കുടുംബം തിരുക്കുടുംബമാണ്. അതിൽ ആരൊക്കെ അംഗങ്ങൾ? ജോസഫ്, മറിയം, ഈശോ. ഒന്നുകൂടെ നമ്മൾ ചിന്തിച്ചാൽ ഒരു കാര്യം കൂടെ മനസ്സിലാകും. കത്തോലിക്ക തിരുസഭയുടെ അടിത്തറ ആരിലാണ് എന്നാണ് ലിയോ 14 മാപ്പാപ്പ പറഞ്ഞിട്ടുള്ളത്? ആരിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? കുടുംബങ്ങളിലാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് ആർക്ക് മനസ്സിലായിട്ടില്ല? കുടുംബജീവിതം നയിക്കുന്ന നമുക്കിത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. നമുക്ക് തിരുക്കുടുംബത്തിലേക്ക് വരാം. യാക്കോബിൻ്റെ മകനായ ജോസഫിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആരായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഒരു മണവാളനായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് കാരണം കൊണ്ട് മണവാളന്മാരാകാൻ ആഗ്രഹിക്കുന്നവരും മണവാളന്മാരുമായിട്ടുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് മണവാളനായിട്ടാണ് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞതിൻ്റെ കാരണം മനസ്സിലായോ നിങ്ങൾക്ക്? വചനം നമ്മോട് പറയുന്നു. എന്താണ് വചനം പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ നമ്മൾ പറയാറ്? മണവാളനും മണവാട്ടി എന്നാ പറയാറ്. അതല്ലെങ്കിൽ പുതിയ തലമുറയോട് അത് പറഞ്ഞു കൊടുക്കണം. വിവാഹ നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് മണവാളനും മണവാട്ടിയുമാണ് എന്ന് പുതിയ ഒരു പേരിനാലാണ് അവര് അറിയപ്പെടുക എന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പം അത് കൊടുക്കണില്ല. അങ്ങനെ മണവാളനായ ജോസഫ് ഒരു വാർത്ത കേൾക്കുക. ആരിലൂടെയാണ് ആ വാർത്ത ജോസഫ് കേൾക്കണേ? മാലാഖയിലൂടെ. എന്താണ് ആ മാലാഖയെ പറഞ്ഞത്? നിന്റെ ഭാര്യ മറിയം ഗർഭിണിയാണ്. അതാണ് ആദ്യത്തെ വാക്ക്. നിന്റെ ഭാര്യ ആവാൻ പോകുന്ന സ്ത്രീ മറിയം ഗർഭിണിയാണ്. രണ്ടാമത് അതിൻ്റെ കൂട്ടത്തിൽ എന്തു പറഞ്ഞു? അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഇനി ഇന്നത്തെ ഈ കാര്യം നമുക്ക് ഒന്ന് ചിന്തിക്കുകയാണെന്നുള്ളത് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. വിവാഹം ഉറപ്പിച്ചു. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ? പണ്ടൊക്കെ ആണെങ്കിൽ മൊബൈൽ മേടിച്ചു കൊടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. ഇപ്പം മൊബൈൽ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറുപ്പത്തിലെ തന്നെ ബൈ ബർത്ത് തന്നെ എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ട്? മൊബൈലുണ്ട്. അങ്ങനെ വിവാഹം നിശ്ചയമൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന തൻ്റെ പ്രതിശ്രുത വധു ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കേ. നമ്മുടെയൊക്കെ പ്രതികരണം എന്തായിരിക്കും? ഈ ചെക്കൻ ഉടനെ തന്നെ ആദ്യം തന്നെ ചെന്നിട്ട് ആരോട് പറയും? അമ്മയോട് പറയും. അമ്മ അപ്പനോട് പറയും. അങ്ങനെ വലിയ പ്രശ്നത്തിലേക്ക് പോകും. എന്നിട്ട് എവിടെ ചെന്ന് അവസാനിക്കും? അത് കല്യാണത്തിലേക്ക് അവസാനിക്കുമോ അതോ ആ കല്യാണം തന്നെ അവസാനിപ്പിക്കുമോ? ഇവിടെയാണ് ഔസേപ്പിതാവിൻ്റെ പ്രസക്തിയുള്ളത്. നമ്മുടെ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഇന്ന് നമ്മുടെ ഭവനങ്ങളിലെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളിലാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത്. വിവാഹമോചനം ഇല്ല എന്ന് പറയണമെങ്കിൽ തന്നെയും ദൈവം വെറുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അതിൽ പറഞ്ഞിട്ടുള്ളത്? വിവാഹമോചനമാണ്.
അത് നമ്മുടെ വീടുകളിലേക്ക് നാം അറിയാതെ കയറി വന്ന് അവിടെ കുടിയിരിപ്പാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി ഇവിടെ ഔസേപ്പിതാവിനോട് പറയേണ്ടത് പരിശുദ്ധാത്മാവിനാലാണ് ഗർഭം ധരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടെന്ന് വിചാരിക്കും. അപ്പം അപ്പനും അമ്മയും പറയാടാ അതങ്ങനെയൊക്കെ ഉണ്ടാകും. നമ്മുടെ ഔസേപ്പിതാവിൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതില്ലേ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭം ധരിക്കുന്നത്. അത് കാരണം കൊണ്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചു എന്ന് വിചാരിക്കും. നീ വിശ്വസിക്കേ? ഉടനെ തന്നെ ചെക്കൻ എന്ത് പറയുന്നറിയാമോ? ചെക്കൻ എന്ത് പറയും? നമുക്ക് അന്ന് ഒരു കാര്യം ചെയ്യാം, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. എന്തിനാ സ്കാൻ ചെയ്ത് നോക്കണേ? എന്തിനാ സ്കാൻ ചെയ്ത് നോക്കുന്നത്? പരിശുദ്ധാത്മാവിനാലാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് എങ്കിൽ കൊച്ച ആരുടെ രൂപത്തിലാവും എന്ന് പറഞ്ഞേ? പ്രാവിൻ്റെ രൂപത്തിൽ. നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയല്ലേ? ഒന്നില്ലെങ്കിൽ പ്രാവിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ പിന്നെ ആരുടെ രൂപത്തിലൊക്കെ ആവും. ഇങ്ങനെ പറഞ്ഞ് 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 എന്താവും അവസാനം? തൻ്റെ ജീവിതവും ആ മണവാളൻ്റെ ജീവിതവും ഈ കല്യാണം ഉറപ്പിച്ചിട്ടുള്ള ആ പെൺകുട്ടിയുടെ ജീവിതവും രണ്ട് കുടുംബവും എവിടേക്ക് പോവും? നശിച്ച് നാറാണക്കല്ല് തോണ്ടും. ഇത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് ഔസേപ്പിതാവിന്റെ പ്രസക്തി എന്താണെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഔസേപ്പിതാവിനോട് ആരാ പറഞ്ഞത്? മാലാഖ വന്ന് പറഞ്ഞു, നീ അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഔസേപ്പിതാവ് അതിന് എന്ത് മറുപടിയാണ് പറഞ്ഞു കൊടുത്തത്? ഔസേപ്പിതാവ് അതിന് എന്ത് മറുപടിയാണ് പറഞ്ഞു കൊടുത്തേ? അല്ലെങ്കിൽ എന്ത് പ്രവൃത്തി ഔസേപ്പിതാവ് ചെയ്തു? അത് അതേപടി വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ആർക്ക് അനുഗ്രഹമായി? ഔസേപ്പിതാവിന് അനുഗ്രഹമായി. കാരണം തിരുക്കുടുംബത്തിൻ്റെ തലവനായി, തിരുക്കുടുംബത്തിൻ്റെ നേതാവായി പിതാവായ ദൈവം ആരെ നിയമിച്ചു? ഔസേപ്പിതാവിനെ നിയമിച്ചു. ദൈവമാണ് നിയമിച്ചത്. ഇനി നമ്മുടെ കുടുംബങ്ങളിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഇരിക്കുന്ന ആൺകുട്ടികളൊക്കെ എങ്ങനെയാണ് ചിന്തിക്കണേ? അപ്പന്മാരായിട്ടുള്ളവരുണ്ട്, ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവരുണ്ട്, വിവാഹം ഉറപ്പിച്ചു വന്നിട്ടുള്ളവരുണ്ട്. ഇവരെങ്ങനെ ചിന്തിക്കണേ നമ്മുടെ കുടുംബത്തെക്കുറിച്ച്? ഔസേപ്പിതാവ് ചിന്തിച്ച പോലെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. അവിടെയാണ് ഔസേപ്പിതാവിൻ്റെ പ്രസക്തിയുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് സന്ദേശം കിട്ടിയാലും അതെന്ത് ചെയ്യില്ല? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ധ്യാന കേന്ദ്രങ്ങളൊക്കെ വളരെ വലിയ അനുഗ്രഹങ്ങളാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചു. ചെറുക്കൻ്റെ വീട്ടുകാർ കല്യാണക്കുറിയും അടിച്ചു. പെണ്ണിൻ്റെ വീട്ടുകാർ പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാരാണല്ലോ കല്യാണക്കുറി അടിക്കേണ്ടത്. അങ്ങനെ ഒരു ഫെബ്രുവരി മാസത്തിൽ ഉറപ്പിച്ച കല്യാണം മെയ് മാസത്തിൽ നടത്താനായിക്കൊണ്ടുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. ഇങ്ങോട്ട് വന്നു, രണ്ട് സ്ഥലത്തും പോയി ഉറപ്പിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അവസാനം പെണ്ണിൻ്റെ വീട്ടുകാർ ആ പറഞ്ഞ ഡേറ്റിന് മെയ് മാസത്തിൽ വിവാഹം നടത്താനായിട്ട് തയ്യാറല്ല. അവരൊക്കെ ആണെങ്കിൽ ഇൻവിറ്റേഷനൊക്കെ അടിച്ച് എല്ലാവരെയൊക്കെ ക്ഷണിക്കുകയും ചെയ്തു. ഇനി എന്തു ചെയ്യും? അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ മകനായതുകൊണ്ടും ആ മകൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സാറും എൻ്റെ അപ്പനും കൂടെ
പോയി അവരോട് പറഞ്ഞ് ഈ കല്യാണം വേണ്ട എന്ന് തീരുമാനിച്ച് പോരാൻ പറഞ്ഞു. അപ്പം ഞാൻ അവരൊന്ന് നോക്കി. അപ്പം അവൻ എന്നോട് അവൻ പറഞ്ഞു, സാറേ നമ്മളിതൊക്കെ എല്ലാ കാര്യങ്ങളും അവരുടെ അപ്പനും അമ്മയൊക്കെ ആലോചിച്ച് രണ്ട് ഞങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തിട്ടുള്ളതൊന്നുമല്ല, വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് ഉറച്ചു ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഞാനും ഈ ചെറുക്കൻ്റെ അപ്പനും കൂടെ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നു. അപ്പം ഞങ്ങൾ ചെന്നത് വേണ്ടാന്ന് പറയാനല്ല, ഒരു 14-ാം തീയതിയാണ്, എക്സാക്റ്റ് പറയുകയാണെങ്കിൽ മെയ് 14-ാം തീയതിയാണ് കല്യാണം. അതിൻ്റെ മെയ് 2-ാം തീയതിയോ 3-ാം തീയതിയാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെന്നത്. അപ്പം ഞാൻ ചെക്കൻ്റെ അപ്പനോട് പറഞ്ഞു, നമ്മൾ ചെന്നിട്ട് അവരോട് പറയാം കല്യാണം ക്ഷണിക്കാൻ വന്നിട്ടുള്ളതാന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം ക്ഷണിക്കാമെന്നുള്ള ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്തായാലും 14-ാം തീയതി നടക്കില്ല, 14-ാം തീയതി നടക്കില്ല, 14-ാം തീയതി നടക്കില്ല. ഇപ്പം ഇതിനിടയിൽ ചെക്കൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാറേ 14-ാം തീയതി നടത്തണില്ല എങ്കിൽ എന്തു വേണ്ട, ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളാൻ പറഞ്ഞു. സാറ് പോന്നോളാൻ പറഞ്ഞു, അപ്പനോടും പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാപ്പിയോ കുടിക്കാനിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ഈ ധ്യാനകേന്ദ്രത്തിൽ സ്ഥിരമായിട്ട് വരുന്നവർ, അവരോട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, സ്ഥിരമായിട്ട് വരുന്നവരാണ്. അപ്പം ഞാൻ ചോദിച്ചു, നല്ല കാര്യമാണല്ലോ, എന്നിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇത് വെച്ചിട്ടുള്ളത് പറയുന്ന എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യം, ഈ ധ്യാനകേന്ദ്രത്തിൽ സ്ഥിരമായിട്ട് വരുന്നവരാണ്, ഈ മകളുടെ കല്യാണം അതുവരെ കല്യാണം ഇങ്ങനെ ഒരു തരത്തിലും അമ്പിനും വില്ലിനും അടുക്കാതെ നിൽക്കുക. ഇവിടെ വന്ന് കൗൺസിലിങ്ങിൽ പറഞ്ഞു, ഈ ധ്യാനത്തിൽ നിങ്ങൾ വന്നിട്ട് ഇതുപോലൊരു വെള്ളിയാഴ്ച വന്നിട്ടുണ്ടാവുക, അങ്ങനെ വന്നിട്ട് നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ ഒരു കേസ് വരും, അതാണ് ഈ കുട്ടിക്കുള്ള ചെറുക്കൻ. അപ്പോൾ നോക്കുമ്പോൾ അവർ തിരിച്ചു വന്നു, ആ ഞായറാഴ്ചയാണ് ഈ കേസ് വന്ന് കണ്ടേക്കണേ. അപ്പോൾ അവർ ഉറപ്പിച്ചു എന്ത്, ഇത് തന്നെയാണെന്ന്. അങ്ങനെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു മെസ്സേജും കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കല്യാണം നിങ്ങൾ നടത്തേണ്ടത് ജൂലൈ മാസത്തിലാണെന്ന്. ഈ കല്യാണം നിങ്ങൾ നടത്തേണ്ടത് ജൂലൈ മാസത്തിലാണെന്ന്. അപ്പോൾ ആദ്യത്തെ ഭാഗം അവർ സ്വീകരിച്ചു, ആ മെസ്സേജ് അങ്ങനെ തന്നെ സ്വീകരിച്ചു. അങ്ങനെ അവർ മുന്നോട്ട് പോയി. അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് മെയ് 14 എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ഇൻവിറ്റേഷനൊക്കെ അടിച്ച് വീണ്ടും ചെന്നപ്പോഴാണ് പറയുന്നത്, ഇങ്ങനെ ഗാകുൽത്ത ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഈ മെസ്സേജ്, ഈ കല്യാണം എന്ന് നടത്തിയാലേ നേരെയാവുള്ളോ. അപ്പം ഞാൻ ചോദിച്ചു അവരോട് അങ്ങനെയാണെങ്കിൽ ഈ ജാനുവരി തൊട്ട് ഇത്രയും നാൾ വരെ നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പകുതി പേർക്ക് ഈ മെസ്സേജിൽ വിശ്വാസമുള്ളൂ, പകുതി പേർക്ക് എന്തില്ല, വിശ്വാസമില്ല. അത് കാരണം കൊണ്ട് മെയ് 14-ാം തീയതി ആയാലും നടത്തിക്കോട്ടെ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി. കല്യാണം അടുക്കും തോറും, ദിവസം അടുക്കും തോറും ഇവർക്ക് എന്തായി, ഇവിടെ നിന്ന് പറഞ്ഞ മെസ്സേജ് അനുസരിച്ചിട്ട് പ്രവർത്തിച്ചില്ല എങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളൊരു തോന്നൽ അവർ വന്നു. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു, ഇങ്ങനെ ഒരു മെസ്സേജ് ഒരു ഗാകുൽത്തായിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അനുസരിക്കണം. ഇപ്പം ഞാൻ ആ ചെറുക്കൻ്റെ അപ്പനോട് പറഞ്ഞു, നമ്മളിത് വിവാഹം നടത്തണ്ടെന്ന് വിചാരിക്കേണ്ട. മെയ് 14 എന്നുള്ളത് ജൂലൈ ഫസ്റ്റ് വീക്കിൽ, ജൂലൈ മാസം നടത്താനാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ജൂലൈ ഫസ്റ്റ് വീക്കിൽ നടത്താമെന്ന് പറഞ്ഞ് അവിടുന്ന് പോന്നു. ജൂലൈ ഫസ്റ്റ് വീക്കിൽ ആ കല്യാണം നടക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, ഔസേ പിതാവ് ഈ പറഞ്ഞ പോലെ നിന്റെ ഭാര്യ ഗർഭിണിയാണ് എന്ന് പറഞ്ഞത് വിശ്വസിച്ചു വിചാരിക്കുക. പരിശുദ്ധാത്മാവിനാലാണ് ഗർഭം ധരിച്ചതെന്ന് വിശ്വസിക്കുകയും ചെയ്തില്ല. എന്തുണ്ടാവും? നമ്മുടെയൊക്കെ വിശ്വാസം എവിടെയാണെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ വന്ന് നമ്മൾ വചനം കേൾക്കുകയും
ധ്യാനിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം ഇവിടെ നിന്ന് തരുന്ന കൗൺസിലിങ്ങിലൂടെ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങൾ 99.99% വചന അധിഷ്ഠിതമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ അതിൽ അവിശ്വസിക്കരുത്, അതിൽ അവിശ്വസിക്കരുത്, ഉറച്ചു വിശ്വസിക്കണം. ഔസേപിതാവിനോട് പറഞ്ഞ കാര്യത്തിൽ 2 കാര്യത്തിൽ ഔസേപിതാവ് എന്ത് ചെയ്തു? വിശ്വസിച്ചു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഔസേപിതാവിനെ കുറിച്ച് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തെ അവിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ കുടുംബജീവിതങ്ങളും നമ്മുടെ മക്കളും തകർന്നു പോകും. ഇത് നമ്മൾ പഠിക്കേണ്ടത് ഔസേപിതാവിൽ നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭാഗം വിശ്വസിച്ചു, അടുത്ത ഭാഗം വിശ്വസിക്കാതെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നശിച്ചു പോകും. അപ്പോൾ ഇവിടെ ഇന്ന് ആരെങ്കിലും അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലിങ്ങിലൂടെ കിട്ടിയതായിട്ടുള്ള സന്ദേശം പകുതിയായിട്ടല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്, മുഴുവനുമായി അത് സ്വീകരിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുക. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, ഔസേപിതാവിനെ അനുഗ്രഹിച്ചതുപോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഔസേപിതാവിനെ നമ്മൾ 2 ദിവസങ്ങളിലാണ് സഭയിൽ ഓർക്കുന്നത്. ഒന്ന് മാർച്ച് 19, പിന്നൊന്ന് എന്നാണ്? മെയ് 1. മാർച്ച് 19 ഔസേപിതാവിൻ്റെ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത് തിരുസഭയുടെ അടിത്തറയായ തിരുക്കുടുംബത്തിൻ്റെ തലവൻ എന്ന രീതിയിലാണ്. മെയ് 1 തൊഴിലാളികളുടെ മധ്യസ്ഥൻ എന്ന രീതിയിലുമാണ്. എങ്ങനെയാണ് ഈ ഔസേപിതാവിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ 2 തവണ 2 ദിവസം ആചരിക്കാനായിക്കൊണ്ട് സഭ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ഔസേപിതാവ് മറിയത്തെയും കൊണ്ട് ആദ്യം എവിടേക്കാണ് പോയത്? ബെത്ലഹേമിലേക്ക് പോയി, കണക്കെഴുതിക്കാൻ പോയി. അവിടെ വെച്ച് എന്ത് സംഭവിച്ചു? മറിയത്തിന് പ്രസവ വേദന വന്നു, സ്ഥലം കിട്ടിയില്ല, പുൽക്കൂട് അല്ലെങ്കിൽ കാലിത്തൊഴുത്ത് ലേബർ റൂമായി മാറ്റി അവിടെ മറിയം പ്രസവിച്ചു. ആരുടെ നേതൃത്വത്തിലാണ് മറിയം അവിടെ ലേബർ റൂമിൽ കാലിത്തൊഴുത്ത് ലേബർ റൂമാക്കി അവിടെ പ്രസവിച്ചത്? ധൈര്യം കൊടുത്തത് ആരാണ്? നിങ്ങൾ പറഞ്ഞേ, ധൈര്യം കൊടുത്തത് ആരാണ്? ഔസേപിതാവാണ്. ഔസേപിതാവ് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പ്രസവിച്ചോ, ഞാനിവിടെ ഉണ്ട്. അതുകൊണ്ട് സുഖപ്രസവത്തിന്റെ മധ്യസ്ഥൻ ആരാണെന്നറിയാമോ? ഒരു സ്ത്രീകളുമല്ല, ഔസേപിതാവാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോഴൊക്കെ അല്ലേ എന്താണ് റബ്ബർ ബെഡ്, വാട്ടർ ബെഡ്, ഫോം ബെഡ് എന്നൊക്കെ വന്നിട്ടുള്ളത്. അന്ന് ഔസേപിതാവ് എന്താ ചെയ്തേ? ഔസേപിതാവ് എന്താ ചെയ്തേ? ഉണ്ണിയേശുവിനും മറിയത്തിനും കിടക്കാനായിക്കൊണ്ട് ഏറ്റവും നല്ല പുഷ് ബാക്കുള്ള രീതിയിലുള്ള എന്താണ് പറയാ, വൈക്കോല് കൊണ്ടുള്ള നല്ല ബെഡ് ഉണ്ടാക്കി കൊടുത്തു. എന്താ കാരണം മനസ്സിലായ? ഔസേപിതാവ് ആരായിരുന്നു? മരാശേരിയ. അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ്, ഇനി ഔസേപിതാവിൻ്റെ ഇത് പറയാന്നുണ്ടെങ്കിൽ എഞ്ചിനീയർമാരുടെ മധ്യസ്ഥൻ ഔസേപിതാവാണ്. അതിലേക്ക് ഞാൻ പിന്നെ വരാം. അപ്പൊ ഇവിടെ ഈ പ്രസവത്തോടനുബന്ധിച്ച് വന്ന എല്ലാ കാര്യങ്ങളും ആര് ചെയ്തു? ഔസേപിതാവ് ചെയ്തു. എത്ര ആണുങ്ങൾക്ക് ഇതിൻ്റെ ധൈര്യം ഉണ്ടാവും? ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. എനിക്ക് 3 മക്കളാണ്. രണ്ടാമത്തെ പ്രസവത്തിന് നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കുടുംബ ഭാര്യയും മൂത്ത മകളുണ്ട്, അവൾക്കന്ന് 4 വയസ്സ്.
അങ്ങനെ നിൽക്കുമ്പോൾ ബാങ്കിലാണ് ജോലി, ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്നു. അപ്പോൾ ലിസി എന്നോട് പറഞ്ഞു, ചെറിയൊരു വേദനയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ തലേ ദിവസം വരെ ബാങ്കിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ലിസിയോട് ഞാനൊരു കാര്യം ചോദിച്ചു. എൻ്റെ കയ്യിൽ അന്നിരിക്കുന്നത് ലാംബി സ്കൂട്ടറാണ്, ലാംബർട്ടയുടെ വേറെ വകുപ്പ്. ഈ ലാംബി സ്കൂട്ടറിന് നീ പുറകിലിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പുറകിലിരിക്കാം. അങ്ങനെ എൻ്റെ പുറകിൽ ലാംബി സ്കൂട്ടറിൻ്റെ പുറകിലിരുത്തി. ആ വഴിയുടെ പ്രത്യേകത എന്നിട്ടെന്നറിയാമോ? കുണ്ടും കുഴിയാ. അപ്പം ഞാൻ പറഞ്ഞു, നീ സൂക്ഷിച്ചിരുന്നോളൂ, പിടിച്ചിരുന്നോളൂ, എന്നെ വട്ടം പിടിച്ചിരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാഴ്ച ബംഗ്ലാവിൻ്റെ വശത്തു നിന്നുള്ള മ്യൂസിയം ക്രോസ് ലൈനിൽ നിന്ന് ഈ ലാംബി സ്കൂട്ടറിൻ്റെ പിന്നിൽ ഇരുത്തി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലാണെന്ന് ഡോക്ടറെ കാണിച്ചിട്ടുള്ളത്. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇറക്കി. അപ്പോഴേക്കും പതുക്കെ ഒരു ഫ്ലൂയിഡ് പോയി തുടങ്ങിയെന്ന് എനിക്ക് തോന്നണേ. ഞാൻ പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, നീ കയറ്. അവിടെ ചെന്ന് ലേബർ റൂമിൽ കയറി. വിത്തിൻ 15 മിനിറ്റ്സ് 15 മിനിറ്റിനുള്ളിൽ ലിസി പ്രസവിച്ചു. നല്ലൊരു ആൺകുട്ടി. ഹല്ലേലൂയ. അപ്പോൾ പ്രസവിച്ചൊക്കെ കഴിഞ്ഞ ശേഷം അപ്പോൾ അവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഇല്ലേ, സ്ത്രീകളാരുമില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഔസേപ്പുണ്യാളനെ ഓർമ്മ വന്നു. മറിയം പ്രസവിച്ച് കിടക്കുമ്പോൾ സ്ത്രീകളെ അന്വേഷിച്ചിടണ കിട്ടുമോ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ സ്ത്രീ, ഞാൻ തന്നെ കൊച്ചിൻ്റെ അപ്പനാന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഞാൻ കൊച്ചനെ മേടിച്ചു. അതൊക്കെ കഴിഞ്ഞു. ദേ കിടക്കുന്ന വലിയ പുലിവാല്. എന്താ പുലിവാല്? അപ്പൊ ഞാൻ അത് കഴിഞ്ഞ ശേഷം ഞാൻ ലിസിയുടെ അമ്മയ്ക്കും അപ്പനും വിളിച്ചു പറഞ്ഞു, നീ എന്ത് തെമ്മാടുത്താ ചെയ്തേ? കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഞാനില്ലാതെ എൻ്റെ മകള് പ്രസവിക്കേ. നിങ്ങളത് പറഞ്ഞേ. മറിയം പ്രസവിച്ചത് എങ്ങനെയാ? ഈ ധൈര്യം നമ്മുടെ ആൺമക്കൾക്ക് ഇന്ന് ഇല്ല. മറിയം സുഖപ്രസവത്തിൻ്റെ മാതൃകയാണ്. അത് ഔസേപിതാവ് നിർബന്ധിച്ചിട്ടുണ്ടാവും. നീ കൊടുക്കണേ, നീ മുല കൊടുക്കുക, വേറെ ഒന്നും കൊടുക്കണ്ട എന്ന് ഔസേപിതാവ് പറഞ്ഞിട്ടുണ്ടാവും. ഷി ഗേവ്. അപ്പൊ നല്ല ഒരു ഭർത്താവ്, നല്ലൊരു അപ്പൻ, കുടുംബത്തെ രക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ഒരു മാതൃക നമുക്ക് ഔസേപിതാവ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നരുത് കേട്ടോ. പുരുഷന്മാർക്ക് ചിലപ്പോൾ എന്നോട്, അപ്പന്മാർക്ക് എന്നോട് വിഷമം തോന്നും, സ്ത്രീകളുടെ സൈഡ് പറയുന്നതെന്ന് വിചാരിച്ചിട്ട്. മറിയത്തിൽ നിന്ന് പഠിക്കേണ്ട മാതൃക അതാണ്, ഔസേപിതാവിൽ നിന്ന് പഠിക്കേണ്ട മാതൃക അതാണ്. ഇനി ബത്ലഹേമിൽ നിന്ന് എവിടേക്ക് പോകാൻ പറഞ്ഞു? ആര് പറഞ്ഞു? സ്വപ്നത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറഞ്ഞു? നീ ഈജിപ്തിൽ പോയി ഒളിച്ച് താമസിക്കാൻ പറഞ്ഞു. അവിടെ പോയി താമസിക്കാൻ പറഞ്ഞു. കാരണം കുട്ടീനെ കൊല്ലാനുള്ള തയ്യാറെടുപ്പാണ് ഇവിടുത്തെ രാജാക്കന്മാർ. നമ്മളാണെങ്കിൽ എന്തു പറയും? ഇപ്പോഴത്തെ പിള്ളേരെന്താ പറയാന്ന് അറിയാമോ? നമുക്കൊരു കാര്യം ചെയ്യാം, നീ നിന്റെ അമ്മേനെ വിളിക്ക്, അല്ലാണ്ട് ഈ കൊച്ചിനെയും നിന്നെയും കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഔസേപിതാവ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞില്ല. മാലാഖ പറഞ്ഞു, സന്ദേശം എന്താണെന്ന് തിരിച്ചറിഞ്ഞു, അതിനനുസരിച്ച് ഈജിപ്തിലേക്ക് പോയി. ഈ ബത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്ക് നല്ല ദൂരമുണ്ട്. ഇസ്രായേലിലേക്ക് പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ എത്ര ദൂരം കഴുതപ്പുറത്തോ കുതിരപ്പുറത്തൊക്കെ പോയി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മറിയത്തെ ശ്രദ്ധിക്കണം, കുഞ്ഞിനെ ശ്രദ്ധിക്കണം, ഭക്ഷണം ശ്രദ്ധിക്കണം, ഒക്കെ ശ്രദ്ധിച്ച് ഔസേപിതാവ് തിരുക്കുടുംബത്തെ പരിപാലിച്ച് ഈജിപ്തിൽ താമസിച്ചു. ഇനി ഈജിപ്തിൽ കുറച്ച് നാൾ താമസിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? വീണ്ടും മാലാഖ പ്രത്യക്ഷപ്പെട്ടേക്കാം. മാലാഖ എന്തു പറഞ്ഞു?
നീ ഇനി ഇവിടെ നിൽക്കണ്ട, വീണ്ടും എവിടേക്ക് പോകാൻ പറഞ്ഞു? ബത്ലഹേമിലേക്ക് തന്നെ പോകാൻ പറഞ്ഞു. പക്ഷെ ഇടയ്ക്ക് വെച്ച് മാലാഖ സൂചിപ്പിച്ചു, അവിടേക്കല്ല പോകേണ്ടത്. എവിടേക്ക് പോകാൻ പറഞ്ഞു? നസ്രത്തിലേക്ക് പോകാൻ പറഞ്ഞു. നസ്രത്തിലേക്ക് പോകാൻ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടുന്ന് കൂടും കുടുക്കെടുത്ത് ഈജിപ്തിലേക്ക്, അവിടെ നിന്ന് വീണ്ടും ബത്ലഹേമിലേക്ക് എന്ന് പറഞ്ഞ് വന്നപ്പോൾ വഴിക്ക് വെച്ച് പറയാണ്, ഈ വഴി പറ്റില്ല, ഈ വഴിക്ക് പറ്റില്ല. പക്ഷെ അതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഇവർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. നിങ്ങളൊക്കെ നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞത് മനസ്സിലായ? ഭർത്താവ് കൂടി ഉണ്ടെങ്കിൽ പറയും കേക്ക്, ദേ ജോസ് കൂടി ഇരിക്കുന്നുണ്ട്, കേക്ക് കേക്ക്. നിങ്ങളൊക്കെ എന്തിനു കൊള്ളാം, നിങ്ങളൊക്കെ എന്തിനു കൊള്ളാം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറിയം ചെയ്തൊരു പണിയുണ്ട്. മറിയം എന്താ ചെയ്തതെന്നറിയാമോ? മറിയം ഔസേപ്പ് പിതാവിന് വിധേയപ്പെട്ടു നിന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതിന് വിധേയപ്പെട്ട് നിൽക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? മറിയം ജോസഫിന് വിധേയപ്പെട്ട് നിൽക്കാനുള്ള കാരണം എന്താ? ജോസഫ് ദൈവത്തെ അനുസരിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്നത്തെ ഭർത്താക്കന്മാര് ദൈവത്തെ എല്ലാം അനുസരിക്കുന്നേ, ഭാര്യമാരെ അനുസരിക്കണേ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഹല്ലേലൂയ. ഇവർക്ക് സന്തോഷമായി. ദൈവത്തെ അനുസരിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹം ഒന്നുമില്ല എന്ന് ഭർത്താക്കന്മാരും ഭാര്യമാരും മാതാപിതാക്കളും മക്കളും തിരിച്ചറിയണം. ജോസഫ് അത് തിരിച്ചറിഞ്ഞു, മറിയം അത് തിരിച്ചറിഞ്ഞു. അത് തിരുക്കുടുംബത്തിന് അനുഗ്രഹമായി മാറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി സുഖപ്രസവം, ഇനി കുടുംബത്തിൻ്റെ സംരക്ഷണം, യാത്രക്കാരുടെ മധ്യസ്ഥനാണ് ജോസഫ്. എന്താ കാരണം? മാലാഖ പറയുന്നതനുസരിച്ച് എന്തുണ്ട്? യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കത് ഇഷ്ടാവുമോ? ഇഷ്ടാവില്ല. പക്ഷേ മാലാഖയുടെ സന്ദേശത്തെ അല്ലെങ്കിൽ ദൈവവചനത്തെ, ഇപ്പൊ നമുക്ക് അന്ന് മാലാഖയൊക്കെ നിന്ന് ഈ വചനാണ്, ദൈവവചനത്തെ നമ്മൾ അതേപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അനുഗ്രഹം എവിടെയുണ്ടാകും? വഴിയിലുണ്ടാകും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി പ്രത്യേകിച്ച് പുരുഷന്മാരുടെയൊക്കെ ഒരു ചിന്ത എന്താണെന്നറിയാമോ? ഞാൻ നീതിയായിട്ടുള്ളതേ ചെയ്യുള്ളൂ. ഭരണാധികാരികളോട് ചോദിച്ചു നോക്കിക്കേ. ഏത് ഭരണാധികാരികളോടും ചോദിച്ചാൽ അവരെന്താ പറയാ നമ്മളോട്? ഞങ്ങൾ എന്തിനിരിക്കുന്നതാണ് ഇവിടെ? നീതി നടപ്പാക്കാൻ അല്ലേ? ഞാൻ നീതിയെ ചെയ്യുള്ളൂ, നീതിക്ക് നിരക്കാത്തത് ഞാൻ ചെയ്യില്ല. ജോസഫ് ആരാണെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ജോസഫ് നീതിമാനായിരുന്നു. ഹല്ലേലൂയാ. ആര് നീതീകരിച്ചതാ? ദൈവം നീതീകരിച്ചതാണ്, മനുഷ്യൻ നീതീകരിച്ചതൊന്നല്ല. ദൈവം നീതീകരിച്ചതാണ്. നമ്മുടെ ഔസേപ്പ് പിതാവിൻ്റെ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യുന്നേ? നീതിമാൻ എന്ന് വിശുദ്ധ ഗ്രന്ഥം ഉദ്ഘോഷിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളതാണ്. ഈ നീതിമാനായ ജോസഫ് മറിയം ഗർഭം ധരിച്ചിരിക്കുന്നു എന്നും അവള് പരിശുദ്ധാത്മാവിനാലും ആരാലും ഗർഭം ധരിച്ചാലും ആദ്യം തീരുമാനിച്ചത് എന്താ? ഉപേക്ഷിക്കാൻ. നമ്മളൊക്കെ നീതിമാന്മാരാണെന്ന് അടിച്ചു നടക്കണില്ലേ? മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷേ വചനം നമ്മോട് പറയുന്നു, വിവാഹമോചനത്തെ ദൈവം വെറുക്കുന്നു. ഒന്ന് ഉറക്കനെ പറഞ്ഞേ, നമ്മുടെ മക്കൾ കേൾക്കട്ടെ. വിവാഹമോചനത്തെ ദൈവം വെറുക്കുന്നു. പലപ്പോഴും ദൈവം വെറുക്കുന്ന കാര്യം ചെയ്തിട്ട് ദൈവസന്നിധിയിലേക്ക് അനുഗ്രഹത്തിന് വേണ്ടി വരുമ്പോൾ ദൈവം അനുഗ്രഹിക്കില്ല.
ജോസഫ്, നീതിമാനായ ജോസഫ് രഹസ്യത്തിൽ എങ്ങനെങ്ങളായിക്കോട്ടെ, രഹസ്യത്തിലായും പരസ്യത്തിലായാലും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ് വചനം പറയുന്നത്. ഞാൻ പറയുന്നതല്ല. ജോസഫ് തെറ്റ് തിരുത്തി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് മാലാഖ പറഞ്ഞപ്പോൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. നമ്മുടെ എത്രയോ മക്കളാണ് പലവിധ കാരണങ്ങളാൽ അകന്ന് നിൽക്കുക. മാതാപിതാക്കൾ പറഞ്ഞതനുസരിക്കില്ല, പുരോഹിതന്മാർ പറഞ്ഞതനുസരിക്കില്ല, ആരും പറഞ്ഞതനുസരിക്കാതെ ഭിന്നിച്ചു നിൽക്കുന്നത്. ദൈവം വെറുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ട് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങൾ നോക്കണ്ട. അതും ഔസേപ്പിതാവ് നമ്മോട് പറയാതെ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, ആരെങ്കിലും ഭിന്നിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മക്കള് അവരെ സപ്പോർട്ട് ചെയ്യരുത്. ഒന്നിച്ച് തന്നെ നിൽക്കാൻ പറയണം. ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒന്നിച്ച് ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കണമെന്ന്. ദൈവം തൊട്ട് ആദ്യം മുതലേ തൊട്ട് അങ്ങനെയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പഴയ നിയമവും പുതിയ നിയമവും തുടങ്ങുന്നത് വിവാഹത്തോടനുബന്ധിച്ചാണ്, ഭാര്യാഭർത്തൃ ബന്ധത്തോടെയാണ് തുടങ്ങുന്നത്. ഇതും നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്നിവിടെ ആരെങ്കിലും അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഔസേപ്പിതാവിനെ മാതൃകയാക്കിയിട്ട് നമുക്ക് ഒന്നിക്കാം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് നോക്കിക്കൊള്ളും. ഔസേപ്പിതാവ് അങ്ങനെയല്ലേ തീരുമാനിച്ചത്? 2000 കൊല്ലം മുമ്പ് ഔസേപ്പിതാവ് മറിയത്ത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു, രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു, തിരിച്ചു സ്വീകരിച്ചു. ഇന്ന് നമ്മൾ എത്രയോ കോടി ജനങ്ങളാണ് ഔസേപ്പിതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. തിരുക്കുടുംബത്തിൻ്റെ തലവനായി, തിരുസഭയുടെ പരിപാലകനായി ഔസേപ്പിതാവിനെ സ്വീകരിക്കാനും നമ്മൾ ഏറ്റുപറയാനുള്ള കാരണം ഇതാണ്. ദൈവം വെറുക്കുന്നതിനെ പ്രവർത്തിക്കാൻ ജോസഫ് തയ്യാറായില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും എഴുന്നേറ്റ്. കണ്ണുകളടയ്ക്ക്, എന്നിട്ടൊന്ന് ചിന്തിക്കേ. ഞങ്ങളുടെ ജീവിതം, കുടുംബജീവിതം നയിക്കുന്നവരെ, മക്കളുടെ വിവാഹത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ 7 തലമുറ വരെ നമുക്ക് ഈ വിവാഹമോചനം എന്ന് പറഞ്ഞ കാര്യം വേണ്ട. ഹല്ലേലൂയ. ഉറച്ച് തീരുമാനിക്കുക, ഇപ്പം തന്നെ തീരുമാനം എടുക്കുക. ആരെങ്കിലുമൊക്കെ വിഘടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ യേശുനാമത്തിൽ ക്ഷമിച്ച് കൈകോർത്തു പോകണം. ദൈവം വെറുക്കുന്ന കാര്യമാണ് വിവാഹമോചനം. നമ്മൾ സാങ്കേതികമൊക്കെ ആയിട്ട് പറയും കല്യാണം നടക്കണില്ല എന്ന്. പക്ഷേ അല്ല, ദൈവം അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരിക്കും. ജോസഫ്, അതുപോലെ തന്നെ ജോസഫ് എന്ന് പറയുന്ന വാക്കിനർത്ഥം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം വർദ്ധിപ്പിക്കും, ദൈവം വർദ്ധിപ്പിക്കും, ദൈവം വർദ്ധിപ്പിക്കും എന്നാണ് ജോസഫ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ദൈവം വർദ്ധിപ്പിക്കും, ഇൻക്രീസ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. അതുകൊണ്ട് ജോസഫ് എന്ന് പറയുന്ന പേരിടാൻ നിങ്ങൾ മടിക്കണ്ട. ജോസഫ് എന്ന് പറഞ്ഞ പേരിടാൻ നിങ്ങൾ മടിക്കരുത്. എന്താ കാരണം എന്ന് പറയണേ? ജോസഫ് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ എന്താ അത് മനസ്സിലാക്കണേ? ദൈവം വർദ്ധിപ്പിക്കും, ദൈവം വർദ്ധിപ്പിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ 10 തവണ ജോസഫ് 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 എന്ന് വിചാരിക്കേ. എന്താ പറഞ്ഞുകൊണ്ടിരിക്കണേ? ദൈവം വർദ്ധിപ്പിക്കും, ദൈവം വർദ്ധിപ്പിക്കും, ദൈവം വർദ്ധിപ്പിക്കും. അവസാനം ദൈവത്തിന് നാണക്കേടാവും. നിങ്ങൾക്ക് പണമാണോ വർദ്ധിക്കേണ്ടത്? അത് വർദ്ധിക്കും. ആരോഗ്യമാണോ വർദ്ധിക്കേണ്ടത്? അത് വർദ്ധിക്കും. മക്കളാണോ വർദ്ധിക്കേണ്ടത്? അത് വർദ്ധിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്ക്. എത്രയോ വ്യക്തികളാണ്, ഞാൻ ആലോചിക്കുക,
വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നു, മറിയത്തിന് കിട്ടണില്ല. മറിയത്തിന് കിട്ടണില്ലാന്ന്. അതുപോലെ തന്നെ സ്ത്രീകള് ഔസേപ്പിന് കിട്ടണില്ല. വിവാഹ ജീവിതമായി കഴിഞ്ഞു, എന്തില്ല? യേശുവിനെ ലഭിക്കണില്ല. തൃശ്ശൂർക്കാർക്ക് പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. കുട്ടികളുണ്ടായ ആ കുട്ടികളൊക്കെ എന്താണ്? ഉണ്ണികളാ. വലുതായാലും ഉണ്ണികളാ. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ ജോസഫിനെ, ഔസേപ്പ് പിതാവിനെ നമ്മൾ മാതൃകയാക്കുമ്പോൾ, ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അനുഗ്രഹം നമ്മെ തേടി വരും. സങ്കീർത്തകൻ പറയുന്നില്ലേ, അവിടത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവനും നിന്നെ അനുഗമിക്കും. ഔസേപ്പ് പിതാവിനെ സംഭവിച്ചത് അതാ. ഔസേപ്പ് പിതാവ് ഓക്കെ പറഞ്ഞു, മാലാഖ പറഞ്ഞത് അതേപോലെ സ്വീകരിച്ചു. വേറെ കൂട്ടലും കുറയ്ക്കലും ഒന്നും നടത്തിയില്ല കേട്ടോ, സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും നടത്തിയില്ല. കറക്റ്റ് അതുപോലെ തന്നെ അനുസരിച്ചു. അത് അനുഗ്രഹമായി മാറി. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവം നിങ്ങളോട് പറഞ്ഞു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ചിന്തിച്ചെന്നുണ്ടെങ്കിൽ, സന്ദേശങ്ങൾ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് അതേപോലെ അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിലും വലിയ വ്യത്യാസം വരും. ഔസേപ്പ് പിതാവിൻ്റെ മാതൃക നമ്മോട് അതാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് സംഭവിക്കേണ്ടത് എന്താണെന്നറിയാമോ? നമ്മളൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ എന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ എല്ലാ ദിവസവും കുർബാന കാണുന്നു, കുർബാന സ്വീകരിക്കുന്നു, ദശാംശം കൊടുക്കുന്നു, പിന്നെ കഴിയാവുന്നത്ര എല്ലാ കാര്യങ്ങളും കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് എന്ത് ചെയ്യുക? നീതീകരിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം നീതീകരിച്ചവനെയാണ് നീതിമാനെന്ന് ദൈവം വിളിക്കുള്ളൂ. മനുഷ്യൻ നീതീകരിച്ചവന് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊക്കെ ഏതൊക്കെ തരത്തിലാണ് നിങ്ങൾ നീതീകരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു കാര്യം ഇതാകണം. അതായത് ജോസഫ് മറിയത്തെ എങ്ങനെയാ സ്വീകരിച്ചത്? ഉദരത്തിലായിരിക്കുന്ന ശിശുവിനോടുകൂടെ സ്വീകരിച്ചു. മറിയത്തെ ഉദരത്തിലായിരിക്കുന്ന ശിശുവിനോടുകൂടെ സ്വീകരിച്ചു. ആ കുടുംബത്തെ സ്വന്തം കുടുംബം എന്ന പോലെ, ദൈവം ഏൽപ്പിച്ച കുടുംബം എന്ന പോലെ ആത്മാർത്ഥതയോടുകൂടെ കൈകാര്യം ചെയ്തു. ആത്മാർത്ഥതയോടുകൂടെ. അവിടെയാണ് നീതിമാന്റെ പ്രത്യേകത ഇരിക്കുന്നത്. നമ്മളൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ വീട്ടിൽ അമ്മായിയപ്പൻ അമ്മായിയമ്മയുണ്ടെന്ന് വിചാരിക്കേ, അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞാൽ പിന്നെ എന്തായി? മക്കള് അനുഗ്രഹിക്കപ്പെടുകയില്ല. അപ്പം നമ്മൾ തന്നെ നീതീകരിച്ചിട്ട് നിൽക്കരുത്. ജോസഫ് അങ്ങനെയല്ല ചെയ്തത്. ദൈവം നീതീകരിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെതായ രീതിയിൽ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ അതേപോലെ ഒരു കുറവും വരുത്താതെ ജോസഫ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് ഞാൻ പറയട്ടെ. ജോസഫ് ഔസേപ്പ് പിതാവിനെ നമ്മൾ എങ്ങനെയുള്ള ആളാണെന്ന് വിചാരിക്കുന്നത്? നൽമരണത്തിൻ്റെ പിതാവാണ്. നിങ്ങൾ ഏതെങ്കിലും ICUവിലോ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ ഒന്ന് പോയി നോക്ക്. ജീവൻ മരണത്തിന് ഇങ്ങനെ കിടന്ന് പോരാടാണ് അവിടെ. ചിലരെ കണ്ട കൈ കെട്ടിയിട്ടേക്കണു, ചിലരെ കാല് കെട്ടിയിട്ടേക്കണു, മൂക്കില് ഇങ്ങനെ വെച്ചേക്കണു, വായേ കൂടെ വെച്ചേക്കണു, ഇവിടെ ഇട്ടേക്കണു. എന്തിനു വേണ്ടിയിട്ടുള്ള മൽപ്പിടുത്തമാണിത്?
ഔസേപ്പിതാവ് നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് നിൽക്കുക. നൽമരണത്തിൻ്റെ മധ്യസ്ഥനാണ് ഔസേപ്പിതാവ്. അപ്പൊ ജനനത്തിൻ്റെ കാര്യത്തില്, കുടുംബ പരിപാലനയുടെ കാര്യത്തില്, യാത്രയുടെ കാര്യത്തില്, സുഖപ്രസവത്തിൻ്റെ കാര്യത്തില്, പിന്നെ നൽമരണത്തിൻ്റെ കാര്യത്തില്, ദൈവഹിതത്തെ അതേപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ, ഇങ്ങനെ 6 തലത്തിൽ ഔസേപ്പിതാവ് നമുക്ക് മാതൃകയാണ്. ഇതിലെവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കിക്കേ. കുടുംബത്തെ സംരക്ഷിക്കുന്നതിലാണോ? ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാത്തതിലാണോ? ഏറ്റു പറയണം നമ്മൾ. അതാണ് ഇന്നത്തെ ഈ ഔസേപ്പിതാവിനോട് കുറിച്ചുള്ള ചിന്തയിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഏറ്റു പറയുമ്പോൾ ദൈവം അവിടെ അനുഗ്രഹം തരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പലര് ചിലപ്പോൾ ഒരു സംശയം തോന്നും. ഇത് നമുക്കറിയാം, നമ്മൾ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ പിതാവ് ആരല്ല? ഔസേപ്പിതാവല്ല. അപ്പോൾ ഫോസ്റ്റർ ഫാദർ എന്നാണ് പറയുക. വളർത്തുപിതാവ് എന്നല്ലേ നമ്മൾ പറയുന്നത്? വളർത്തുപിതാവ് എന്നാണ് ഔസേപ്പിതാവിനെ നമ്മൾ പറയുന്നത്. പക്ഷേ തിരുക്കുടുംബത്തില് ജോസഫ് അല്ലെങ്കിൽ ഔസേപ്പിതാവ് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്, ജോസഫ് നല്ല ഒരു ഭർത്താവായിരുന്നു. നല്ലൊരു ഭർത്താവായിരുന്നു. ഇനി ഒരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. എന്തുകൊണ്ടാണ് ദൈവപുത്രന്റെ അമ്മയായ മറിയം പോലും, ദൈവപുത്രന്റെ അമ്മയായ മറിയം പോലും, അത് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. മറിയം പോലും ആർക്ക് വിധേയപ്പെട്ടു നിന്നു? ആർക്ക് വിധേയപ്പെട്ടു നിന്നു? ഔസേപ്പിതാവിന് വിധേയപ്പെട്ടു നിന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഔസേപ്പിതാവ് ആരുടെ മുമ്പിൽ മുട്ടുകുത്തി? ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. നമ്മുടെയൊക്കെ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയും, നമ്മുടെയൊക്കെ കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് ആലോചിച്ച് നോക്ക്. ദൈവത്തിൻ്റെ മുമ്പിൽ ആരാ മുട്ടുകുത്തണേ? ഒരു കുടുംബത്തിലുള്ള കുടുംബനാഥ എന്നോട് പറഞ്ഞത് വിഷമത്തോടെ പറയാ, ഇപ്പോഴത്തെ പറഞ്ഞില്ല, മക്കൾ 3 പേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാണ്. 3 പേരും വർക്ക് ഫ്രം ഹോമാണ്, വീട്ടിലുണ്ട്. ഒരാളെ പോലും എന്തിനു കിട്ടില്ല? പ്രാർത്ഥനയ്ക്ക് കിട്ടില്ല. ചിലപ്പോഴൊക്കെ ഞാനൊരു 11 മണിയാകുമ്പോൾ ഒന്ന് വെറുതെ ഒന്ന് വിളിച്ചു നോക്കും. അപ്പൊ പറയാ പ്രാർത്ഥനയെ. 11 മണിക്ക് പ്രാർത്ഥിച്ചിട്ട് പോലും ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ എവിടേക്ക് വരുന്നില്ല? പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. അങ്ങനെയുള്ളൊരു തലമുറയായി നമ്മുടെ തലമുറ വളർന്നു കഴിഞ്ഞു. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ കുടുംബനാഥൻ 7 മണിക്കോ അല്ലെങ്കിൽ 8 മണിക്കോ വീട്ടിലെ പ്രാർത്ഥന മുറിയിൽ ആ രൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തന്നെ വേണം. അപ്പൊ ആരധികം വൈകാതെ വന്ന് മുട്ടുകുത്തും? തൻ്റെ ജീവിത പങ്കാളി ഭാര്യ വന്ന് മുട്ടുകുത്തും. പ്രിയപ്പെട്ടവരെ, ഭാര്യയുടെ നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തിക്കാനുള്ള ഏക വഴി ഈ വഴിയാണ്. വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കോ. നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ ഭാര്യ വന്ന് മുട്ടുകുത്തും. ഭാര്യന്ന് പഠിച്ചതാ, ജോസഫിൽ നിന്ന് പഠിച്ചതാണ്. നമ്മുടെ പോലെ ജോസഫ് മറിയത്തോട് എന്ത് പറഞ്ഞില്ല? നമ്മളൊക്കെ നീ എന്ത് പറഞ്ഞേനെ? നീ വലിയ വർത്താനൊന്നും പറയണ്ട, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ഞാനത് ഞെളിഞ്ഞ് നടക്കുക എൻ്റെ മുമ്പിൽ. ഇതാണ് നമ്മൾ.
പക്ഷെ ജോസഫ് എന്ത് ചെയ്തു? ദൈവം ഏൽപ്പിച്ചതാണ്. ഭാര്യയെ ദൈവം ഏൽപ്പിച്ചതാണ്. ഭർത്താവിനെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചതാണ്. മക്കളെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചതാണ്. ഈ ചിന്ത നമ്മിലേക്ക് കടന്നു വരുമ്പോൾ കുടുംബം തിരുക്കുടുംബത്തിന്റെ പോലെയാകും. മക്കൾ നമ്മളെ അനുസരിക്കും. തോന്നിയ വഴിക്ക് പോവില്ല. അവര് പറയും. ഇപ്പൊക്കെ മാതാപിതാക്കൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണേ? ഓ, മക്കളുടെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നടന്നോട്ടെ, മക്കളുടെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നടന്നോട്ടെ. 14 വയസ്സായുള്ള ചെക്കൻ വന്നിട്ട് പറയാ, അമ്മേ, മമ്മി മമ്മി, ഞാൻ ദേ കെട്ടാൻ പോണ പെണ്ണ്. ആ, കൊള്ളലോടാ, കൊള്ളാലോ. അവളുടെ കൈമേം കാൽമേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടറാ. ഇതാണ് ഇന്നത്തെ അമ്മമാര്. അതാവരുത്. നമുക്ക് എന്തിനാ 10 കൽപ്പന തന്നിട്ടുള്ളത്? അനുസരിക്കാനാണോ ധിക്കരിക്കാനാണോ? കുടുംബം ഈ 10 കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ അനുഗ്രഹം ഉണ്ടാവും. ഒരു സംശയം വേണ്ട. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ മക്കള് പേടിച്ചിട്ടാണ് മാതാപിതാക്കൾ ജീവിക്കണേ. ഞാൻ ഒരു കാര്യം ഇപ്പം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഞങ്ങളുടെ വീട്ടിൽ 11 മക്കളാണ്, ഞാൻ 8ാമത്തെയാണ്. അപ്പോൾ കല്യാണാലോചനയൊക്കെ വന്നു. എൻ്റെ കല്യാണാലോചന ഇറ്റ് ഹാപ്പൻ 44 കൊല്ലം മുമ്പുള്ള കാര്യമാണ് കേട്ടോ. കല്യാണാലോചനയൊക്കെ വന്നു. അപ്പോൾ ഞങ്ങളൊക്കെ പോയി കണ്ടു. അപ്പനും ഞങ്ങളൊക്കെ പോയി കണ്ടു. അവരും വന്ന് ഭയങ്കര കണ്ടു. എല്ലാവർക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ ഞാൻ അപ്പനോട് പറഞ്ഞു, എനിക്ക് ഈ പെൺകുട്ടീനെ ഭയങ്കര ഇഷ്ടമായി. അവളും ജോലിയുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്, കുഴപ്പമൊന്നുമില്ല, വീട്ടുകാരൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. കല്യാണം ഉറപ്പിക്കാൻ വന്നപ്പോൾ എന്തുണ്ടായിന്നറിയാമോ? അപ്പൻ എന്തു പറഞ്ഞില്ല? മുന്നോട്ട് പോകാന്ന് പറഞ്ഞില്ല. എനിക്കത് ഭയങ്കര വിഷമായി. പെണ്ണ് വീട്ടുകാർ വന്നിട്ടുണ്ട്, അവർക്കും വിഷമായി, നമുക്കൊക്കെ വിഷമായി. അങ്ങനെ അത് കഴിഞ്ഞു. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. എൻ്റെ ഇപ്പോഴത്തെ ലിസീനെ ഞാൻ കല്യാണം കഴിച്ചു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ 10-15 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സന്ദർഭം എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ സന്ദർഭം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പനോട് ചോദിച്ചു. അപ്പന് ഞാനും മാത്രമുള്ളൂ. അപ്പം ഞാൻ അപ്പനോട് ചോദിച്ചു, അപ്പാ അന്ന് ആ കേസ് എന്താണ് അപ്പൻ വേണ്ടാന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പം അപ്പൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? എന്നെ ഒന്ന് നോക്കി. അപ്പം മരിച്ച സ്വർഗത്തിലാണ് ഡപ്പിണ്ടെന്നുണ്ടെങ്കിൽ 100 ചില്ലാനം വയസ്സുണ്ടാവും. അപ്പൻ എന്നോടൊരു കാര്യം പറഞ്ഞു, ഡാ, ബാഹ്യ സൗന്ദര്യമൊക്കെ നല്ലത് തന്നെ, അതിനൊന്നും ഞാൻ എതിരില്ല. പക്ഷേ നിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ ബന്ധം നിനക്ക് നല്ലതല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അത് വേണ്ടാന്ന് വെച്ചത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് കേട്ടപ്പോൾ എനിക്ക് സമാധാനം. ഞാൻ വേറെ എക്സ്പ്ലനേഷൻ ഒന്നും ചോദിച്ചില്ല. ഇന്നത്തെ കാലം എന്താ? മാതാപിതാക്കൾ പറഞ്ഞതനുസരിക്കുകയോ? എങ്ങനെയാണ് ഇത്തരത്തിലേക്ക് നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങൾ തകർന്നു പോയതെന്ന് നിങ്ങൾ ആലോചിക്കണം. ഔസേപ്പിതാവിനെ നോക്കിയാൽ മനസ്സിലാവും. തിരുക്കുടുംബത്തെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എത്ര മക്കള് മാതാപിതാക്കളെ അനുസരിക്കും? അമ്മമാര് പറയും, നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് എന്താണെന്നറിയാമോ? മക്കൾക്ക് നന്മയായിട്ടുള്ളത് ചെയ്തു കൊടുക്കുക, അതല്ലാതെ ഇഷ്ടമല്ല ചെയ്തു കൊടുക്കേണ്ടത്. ഇഷ്ടമല്ല ചെയ്തു കൊടുക്കേണ്ടത്, അവരുടെ ആഗ്രഹവുമല്ല നിവർത്തിച്ചു കൊടുക്കേണ്ടത്, അവർക്ക് നന്മയായിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് കണ്ണുകൾ അടച്ചേൻ. മക്കളെക്കുറിച്ച് നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ചിന്തിക്കുക. മക്കളെക്കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിച്ചിട്ടുള്ളത്? മക്കൾക്ക് നന്മയായിട്ടുള്ളതാണോ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതാണോ, അതോ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ളതാണോ? ഔസേപ്പിതാവ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. യേശുവിനെ വളർത്തിക്കൊണ്ടുവന്നത് ദൈവത്തിനും
മനുഷ്യർക്കും പ്രീതി ഉണ്ടാകത്തക്ക രീതിയിലാണ് യേശുവിനെ വളർത്തിക്കൊണ്ടുവന്നത്. നമ്മുടെ മക്കളോ ദൈവത്തോട് ഏറ്റുപറയും. അവരുടെ ഇഷ്ടമല്ല, അവരുടെ ആഗ്രഹമല്ല, പണമല്ല, സൗന്ദര്യമല്ല, അവരുടെ നന്മയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഇരിക്കി എല്ലാവരും ഇരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ആസ്പെക്റ്റിലേക്ക് വരാം. ഔസേപ്പ് പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. നമുക്കറിയാം, മെയ് 1 തൊഴിലാളികളുടെ മധ്യസ്ഥൻ. 1955 പിയൂസ് 12 മാർപ്പാപ്പയാണ് ഔസേപ്പ് പിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചത്. എഞ്ചിനീയർമാരുടെ, പിന്നെ ലേബേഴ്സിൻ്റെ, കരവേലക്കാരുടെ ഒക്കെ മധ്യസ്ഥനാണ് ഔസേപ്പ് പിതാവ്. ഔസേപ്പ് പിതാവ് എന്ത് ജോലിക്കാരനാണ് നമ്മൾ പറയണേ? മരപ്പണിക്കാരനാണ്. ഇന്ന് ഇപ്പൊ ചെലവ് അറിയും, ഇപ്പം മരപ്പണിക്കാർക്കൊക്കെ എത്ര രൂപയെ ശമ്പളം അല്ലെങ്കിൽ ദിവസം കൂലി എന്നൊക്കെ നമ്മൾ ചോദിക്കും. മരപ്പണിക്കാരനാണ്. ഹി വാസ് എ ടെക്നീഷ്യനായിരുന്നു. അധ്വാനിച്ച് കുടുംബജീവിതം, കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളായിരുന്നു ഔസേപ്പ് പിതാവ്. അതുകൊണ്ടാണ് തൊഴിലാളികളുടെ മധ്യസ്ഥൻ എന്ന് ഔസേപ്പ് പിതാവിനെ നമ്മൾ ആദരിക്കാനും മെയ് 1 ദിവസത്തേക്ക് മാറ്റിയിട്ടുള്ളതും. ഞാൻ ഈ ഔസേപ്പ് പിതാവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഒരു സംഭവം ഓർമ്മ വരികയാണ്. നമ്മുടെയൊക്കെ മക്കള് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെവിടേക്ക് ഓടും? ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല. അവർ കാനഡ, UK, US ഇങ്ങനെയൊക്കെ അവിടെ ചെന്നിട്ടുള്ള പണി നമുക്കറിയാം. അത് പോട്ടെ. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ BTech നന്നായി പാസ്സായിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ് മേടിച്ചിട്ടുണ്ട്, MBA ഫസ്റ്റ് റാങ്ക് മേടിച്ചു. ഇവിടെ നിന്ന് കാനഡയ്ക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തിൽ കാനഡയ്ക്ക് പോയി. അവിടെ ചെന്ന് ആദ്യം കിട്ടിയ പണിയൊന്നുമില്ലെന്നറിയാമോ? ഒരു ഇന്ത്യൻ ഹോട്ടലിലെ പ്ലേറ്റ് കഴുകുന്ന പണിയാണ്. MBA കാരനല്ലേ, പ്ലേറ്റ് കഴുകാനും പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പ്ലേറ്റ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ജോലി നഷ്ടപ്പെട്ടു. വേറെ ജോലിക്ക് പോയത് എവിടെയാണെന്നറിയാമോ? ഒരു അറക്ക കമ്പനിയിലാണ്, സോമില്ലിൽ. അപ്പോൾ അവിടുത്തെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ അവിടുത്തെ പോലെയൊന്നല്ല, ഒക്കെ ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ 12 അടി നീളവും 3 ഇഞ്ച് വണ്ണം 4 ഇഞ്ച് വീതിയുള്ള വലിയ ലോഗുകൾ എന്ന് പറയും. അത് ഒരു മിനിറ്റിൽ 40 എണ്ണം വരും, മെഷീനിൽ വരും. അതെന്ത് ചെയ്യണം? അതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ അട്ടിയിട്ട് വയ്ക്കണം. BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്, പഠിച്ചു. MBA ഒക്കെ പഠിച്ചു എന്ന് വെച്ചാലും ഇതിൻ്റെ അടുത്ത് വന്നപ്പോൾ എന്തായി? അമ്പയെ പരാജയപ്പെട്ടു. ഒരു മിനിറ്റിൽ ഇത്ര 40 എണ്ണം വരും. അപ്പം അതിങ്ങനെ അട്ടിയിട്ട് വെക്കുമ്പോൾ തന്നെ അങ്ങനെ വേണം. ഒരു നിവൃത്തിയില്ലാതെ ഉണ്ടായി. ഇവൻ അവിടെ നിന്ന് കരഞ്ഞ് വിളിച്ച് എന്നോട് പറഞ്ഞു, സാറേ, ഞാനിത് ചെയ്യാൻ എനിക്ക് പറ്റില്ല, പക്ഷെ വേറെ ജോലിയൊന്നും കിട്ടാനും ഇല്ല, അത് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ആരെ കൊണ്ട് മുമ്പിൽ നിർത്തിയെന്നറിയാ? മരപ്പണിക്കാരനായ ഔസേപ്പ് പിതാവിനെ. ഞാൻ അവനോട് പറഞ്ഞു, നീ എഞ്ചിനീയറാണ്, നല്ല കാര്യം, MBA കാരനാണ്, നല്ല കാര്യം, പക്ഷേ ഔസേപ്പ് പിതാവ് പോലും മരപ്പണി ചെയ്ത് ജീവിച്ചിരുന്നുവെങ്കിൽ ആ ഔസേപ്പ് പിതാവിനെ നമ്മൾ ബഹുമാനിക്കേണ്ടത്. ആ ഔസേപ്പ് പിതാവിനെ നീ ബഹുമാനിക്കുന്നുവെങ്കിൽ എന്തു വേണം? നീ മരപ്പണി ചെയ്യണോ ചെയ്യണ്ടേ എന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു, നീ മരപ്പണി തന്നെ ചെയ്യണം. കർത്താവ് ഇത് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ സന്ദേശം അവനോട് പറഞ്ഞ വഴി ആൾക്ക് കാര്യം മനസ്സിലായി. അവൻ പറഞ്ഞത്, അടുത്ത നിമിഷം തൊട്ട്
ദൈവം നിയോഗിച്ചതാണ് ഈ മരം ഇങ്ങനെ ആക്കണമെന്ന് വിചാരിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത നിമിഷം തൊട്ട് എല്ലാ വരുന്ന ഈ 12 അടി നീളമുള്ള എല്ലാ ലോഗുകളും അവിടെ നിന്ന് വന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇടുമ്പോഴേക്കും അത് പൊസിഷനിലിരിക്കണു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ജോലി ചെയ്താലും ദൈവത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെന്ന് ഔസേപ്പിതാവ് എന്താ ദൈവത്തിന് വേണ്ടി എന്ന് പറയാൻ കാരണം എന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? ഔസേപ്പിതാവ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ജോലിയൊക്കെ ചെയ്തത്? മറിയത്തെ പോറ്റാനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പരിപാലിക്കാനാണ്. പുണ്യ യേശുവിന് ഭക്ഷണം കൊടുക്കാനാ. അപ്പം മരപ്പണിയല്ല, എന്തു പണിയും യേശുവിനെ പ്രതി നമ്മൾ ചെയ്തു പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു സംഭവം കൂടെ പറയാം. ഇവിടുത്തെ തന്നെ ഒരു അക്രൈസ്തവൻ ഇവിടുത്തെ ധ്യാനത്തിന് വന്നു. ക്രിസ്ത്യാനിയായിട്ടില്ല. ധ്യാനത്തിൽ വന്നു പങ്കെടുത്തു. വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കണേ. എനിക്ക് തോന്നുന്നു ഒരു 25-30 ലക്ഷം രൂപ ബാധ്യതയുണ്ട്. ബാങ്കിൻ്റെ പ്രശ്നമാണ്. ബാങ്കിലെ ഇത് വന്നിട്ടുണ്ട്. അവർക്ക് വീടില്ല. വീടുണ്ടെങ്കിൽ അവർ ജപ്തി ചെയ്തേനെ. വാടക വീട്ടിൽ താമസിക്കുന്നു. ബിസിനസ് ചെയ്ത്, ജോലി ചെയ്ത്, ബിസിനസ് ചെയ്ത് എല്ലാം തകർന്ന് തരിപ്പണമായി. അവൻ ആ അക്രൈസ്തവനോട് ഞാൻ എന്തു പറയും? അവസാനം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇവിടെ റിട്രീറ്റ് നടക്കേണ്ട. ആ റിട്രീറ്റിൽ 4-5 ദിവസത്തെയാണെന്ന് എനിക്ക് തോന്നണം, പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അവിടെ പോയി പങ്കെടുക്കാൻ പറഞ്ഞു. അപ്പം ഈ ആൾക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളം പറയുന്നത് അതേപോലെ മനസ്സിലാവില്ല. ഇംഗ്ലീഷാണെങ്കിൽ മനസ്സിലാവും. അങ്ങനെ ഇവിടെ തന്നെ ഇരുന്ന് ഇവിടെയാണോ എനിക്കറിയില്ല, ഇങ്ങനെ ഇരുന്ന് പറയുന്ന സംസാരം ഇതിൽ ഇദ്ദേഹം ഏറ്റവും പിന്നിലായിരിക്കണം. അക്രൈസ്തവനായാലും കൊണ്ട് അടുത്തൊന്നിരിക്കേണ്ട ഏറ്റവും പിന്നിൽ പോയിരിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരാളുടെ 20 ലക്ഷത്തിലധികം ബാധ്യതയുള്ള ഫയല് കർത്താവ് മാറ്റിക്കളയുന്നു. ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, ആൾക്കത് ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് ആരോ വന്നിട്ട് ഈ വ്യക്തിയുടെ ചെവിയിൽ പറഞ്ഞു, നിന്റെ ഫയലാണ് ഞാൻ മാറ്റി കളഞ്ഞേക്കണേന്ന്. അക്രൈസ്തവനായ കാരണം കൊണ്ട് അത് പകുതി വിശ്വസിച്ചു, പകുതി വിശ്വസിച്ചില്ല. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ധ്യാനമൊക്കെ കഴിഞ്ഞ് വന്ന് എന്നോട് പറഞ്ഞു, സാറേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ചെവിയിൽ പറഞ്ഞത് ഞാൻ വ്യക്തമായി കേട്ടതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നിൻ്റെ ഫയൽ അങ്ങനെ കാണാതാക്കിയതുണ്ടെങ്കിൽ നീ അതിനെപ്പറ്റി ചിന്തിക്കണ്ട. അപ്പോൾ അവർ പറഞ്ഞു, ബാങ്കിൻ്റെ ഞാൻ പേര് പറയണില്ല, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള ബാങ്കാണ്, എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അവർക്കറിയാം. ഞാൻ അവനോടൊരു കാര്യം പറഞ്ഞു, ആരാണ് നിന്റെ ഫയല് മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളത്? ദൈവമാണ്. ദൈവം പറഞ്ഞ പിന്നെ അതിന് വ്യത്യാസം ഉണ്ടാ? അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അവൻ്റെ മാമോദീസ പേര് ജോസ് എന്നാണ്. മാമോദീസ പേര് പിന്നീടൊക്കെ മാമോദീസ മുങ്ങി. മാമോദീസ പേര് ഫുള്ളായിട്ട് പറയാന്നുണ്ടെങ്കിൽ ജോസ് ആൻ്റണി എന്നാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ജോസാനിൻ്റെ പേരിൽ എന്തുണ്ട്? ഔസേപിതാവുണ്ട്. ഔസേപിതാവ് എന്തിൻ്റെ ആളാ? തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. നിനക്കിപ്പോൾ ഈ ബാധ്യതയും കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നത്? ബിസിനസ് ചെയ്ത് തൊഴിലെടുത്ത് നഷ്ടപ്പെട്ടതാണ്. നീ കളഞ്ഞൊന്നുമല്ല. അത് കാരണം കൊണ്ട് നീ ഔസേപിതാവിനോട്, നിന്റെ പേരുള്ള പുണ്യാളോട് നീ പ്രാർത്ഥിക്കുക.
ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആള് അർദ്ധമനസ്സോടെ പോയി. പ്രിയപ്പെട്ടവരെ, കൊല്ലം എത്രയെന്ന് ഞാൻ പറയണില്ല. ഇന്ന് വരെയും ഈ 22 ലക്ഷത്തിലധികം രൂപ കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാണ്. അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അവര് ആ ഫയല് അങ്ങനെ തന്നെ എന്ത് ചെയ്തു? എഴുതി തള്ളി എന്നുള്ളതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ സന്ദേശം കിട്ടിയത് എന്തായിരുന്നു? ഫയലുകൾ എഴുതി തള്ളുന്നു, മാറ്റിക്കളയുന്നു. ഇന്ന് വരെ അത് സംഭവിച്ചിട്ടില്ല. അതിനെക്കുറിച്ചൊരു ചിന്തയും വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൽ ആശ്രയിച്ച് ഔസേപ്പിതാവിൻ്റെ പോലെ ദൈവം ഏൽപ്പിച്ച കാര്യമാണ് എൻ്റെ ജീവിതത്തിലെ നിയോഗമെന്ന് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ സഹായിക്കും. ഔസേപ്പിതാവിനെ സഹായിച്ചിട്ടില്ലേ? ഔസേപ്പിതാവിനെ ദൈവം സഹായിച്ചിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് ഔസേപ്പിതാവിൻ്റെ മാതൃക നമ്മൾ പിൻചൊല്ലുമ്പോൾ നമുക്ക് അനുഗ്രഹത്തിന് തടസ്സമുള്ളതൊക്കെ മാറിപ്പോകും. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ല എന്ന്. നമ്മൾ പറയുന്നതിന് അനുഗ്രഹിക്കാതിരിക്കാൻ ദൈവത്തിന് പറ്റാതെ വരും. ഒരു കാര്യമുണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ദൈവം ആരെ ഏൽപ്പിച്ചാലാണ് യേശുവിനെ എന്തിനു വേണ്ടി ഒരുക്കുക? ദൈവഹിതത്തിന് വേണ്ടി ഒരുക്കുക. എന്താണ് ദൈവഹിതം? 33-ാമത്തെ വയസ്സിൽ കാൽവരിയിൽ ഗാഗുൽത്തായിൽ ബലിയായി തീരണം. ഇതാണ് ദൈവഹിതം. ഈ ദൈവഹിതം നടപ്പാക്കാൻ എൻ്റെ പുത്രനെ ഞാൻ ആരെ ഏൽപ്പിച്ചാലാണ് എൻ്റെ ഹിതം നിറവേറ്റപ്പെടുക എന്ന് ദൈവം അവിടെ നിന്ന് നോക്കിയപ്പോൾ ആരെയാ കണ്ടത്? നമ്മുടെ ഔസേപ്പിതാവിനെ. എന്താ കാരണം എന്ന് മനസ്സിലായ? എന്താ കാരണം? തൻ്റേതല്ലാത്ത ഒരു കുഞ്ഞിനെ തൻ്റേതിനേക്കാൾ ശ്രേഷ്ഠമായി വളർത്തി ദൈവഹിതത്തിന് അനുരൂപപ്പെടുത്തി കാൽവരിയിൽ ബലിയാക്കി തീർക്കാൻ ആർക്കു മാത്രമേ സാധിച്ചുള്ളൂ? ഔസേപ്പ് പിതാവ് എന്ന് പറയുന്ന ആ പുണ്യവാന് മാത്രമേ സാധിച്ചുള്ളൂ. നിങ്ങളുടെ കാര്യം ഒന്ന് ആലോചിക്കുക, നമ്മുടെ കാര്യം ആലോചിക്കേ. നമ്മുടെ ഭവനത്തിലെ നമ്മുടെ മക്കളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റാൻ നമ്മളെ എത്ര പേര് തയ്യാറാവുന്നുണ്ട്? നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചിട്ടുണ്ട്. എവിടെ? ഉൽപ്പത്തി പുസ്തകത്തിലെ 12-ാം അധ്യായത്തിൽ അബ്രാഹത്തെ വിളിച്ചു. 18-ാം അധ്യായത്തിൽ എന്തുണ്ടായി? അബ്രാഹത്തോട് പറഞ്ഞു, എടാ മോനെ, നിന്റെ വാർദ്ധക്യത്തിൽ ഉണ്ടായ കുട്ടീനെ നീ എന്ത് ചെയ്യണം? കൊണ്ടുപോയി ബലി കഴിപ്പിക്കണം. അബ്രാഹം എങ്ങനെയാ പോയത്? അബ്രാഹം എങ്ങനെയാ പോയേ എന്ന് പറഞ്ഞേ? വേണം വേണ്ട, വേണം വേണ്ട, വേണം വേണ്ട എന്നുള്ള മനസ്സിലാവായേ. ഇനി ഒന്നുകൂടെ ഉഷാറുണ്ടായിരുന്നുണ്ടെങ്കിൽ എന്ത് വേണം? 3 ദിവസം വേണോ? വേണ്ട. എന്നാൽ അബ്രാഹത്തെ മാനിച്ചു ദൈവം. നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ എന്താ? ദൈവത്തെ അനുസരിക്കുന്ന, ദൈവം വിചാരിക്കുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന മക്കളെ നമുക്ക് ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ജോസഫ് അല്ലെങ്കിൽ ഔസേപ്പ് പിതാവ് വിജയിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. യേശുവിനെ വളർത്തിക്കൊണ്ടുവരുന്ന തുടക്കത്തിലേ തൊട്ട് തന്നെ നമ്മൾ ചില കാരണന്മാരുണ്ട്, ചില കൃഷിക്കാരുണ്ട്. 10 വർഷം കൊണ്ട് കായ്ക്കുന്ന എന്ത് വയ്ക്കും? തെങ്ങ് വയ്ക്കും.
എന്നിട്ട് എന്ത് ചെയ്യും? 5-ാം വർഷം തൊട്ട് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും? എന്താ പറഞ്ഞുകൊണ്ടിരിക്കുക? കായ്ക്കണില്ലല്ലോ, കായ്ക്കണില്ലല്ലോ, കായ്ക്കണില്ലല്ലോ എന്ന് കായ്ക്കുക. നമ്മുടെ മക്കള് നശിച്ചു പോകുന്നതിന്റെ കാരണം അതാ. മക്കളെ ജോസഫ് ചെയ്തതുപോലെ ദൈവഹിതത്തിനനുസരിച്ച് വളർത്തുമ്പോൾ നമ്മളും അനുഗ്രഹിക്കപ്പെടും, ജോസഫിന്റെ പോലെ. പ്രൈസ് ദി ലോർഡ്.